ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് ദിനങ്ങൾ വീണ്ടും ആഗതമായിരിക്കുന്നു. ക്രിസ്തുവിന് മുമ്പ് വഴിയൊരുക്കാൻ വന്ന ഒരു മഹാപ്രവാചകനെക്കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്നാണ് ക്രിസ്തു സാക്ഷ്യം. ഈ സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ സക്കറിയായും എലിസബത്തും ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായിരുന്നു എന്ന് ബൈബിളിൽ കാണുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും കൃത്യമായി അനുസരിച്ച് ജീവിച്ചവരും കുറ്റമറ്റവരുമായിരുന്നു സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് അവരിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വലിയവനായ ഒരു മനുഷ്യ വ്യക്തി രൂപം കൊള്ളുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്നാപക യോഹന്നാന്റെ മാതാപിതാക്കളിൽ സക്കറിയ എന്ന ആൾ ഒരു പുരോഹിതനായിരുന്നു. പുരോഹിതനും ദൈവപ്രമാണങ്ങൾ പഠിപ്പിക്കുന്നയാളും ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന സക്കറിയയുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു. അവർക്ക് ഒരു കുഞ്ഞില്ലായിരുന്നു. വാർദ്ധക്യമായി വൃദ്ധരായി രണ്ടുപേരും. എലിസബത്ത് വന്ധ്യയാണ്. ഈ സമയത്ത് ദൈവത്തിൻ്റെ സമയം, ഗോഡ്സ് ടൈം, ദൈവത്തിന് ഓരോന്നിനും ഓരോ സമയമുണ്ട്. ബൈബിളിൽ വായിക്കുമ്പോൾ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവിക പദ്ധതികൾ തക്ക സമയത്ത് നടക്കും. അത് കാത്തിരിപ്പ് ഉണ്ട് അതിന് പിന്നിൽ. പക്ഷെ സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് സക്കറിയയുടെ മുമ്പിൽ. എന്നിട്ട് പറയുന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നിനക്ക് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നു. അറിവുള്ള, വിശ്വാസമുള്ള, പ്രബോധനപരമുള്ള, ദൈവസന്നിധിയിൽ കുറ്റമറ്റവനായ സക്കറിയ ഒരു നിമിഷം ബുദ്ധിയിൽ ചിന്തിച്ചുപോയി. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, ഭാര്യ വന്ധ്യയുമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ദൈവദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് പഠിപ്പിച്ച നീ ദൈവവചനത്തെ സംശയിച്ചു, ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിച്ചു, ദൈവത്തിൻ്റെ കഴിവിൽ സംശയിച്ചു. വിശ്വാസത്തിൻ്റെ കുറവാണ് ഈ സംശയം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് നീ മൂകനായിരിക്കും. ദൈവം പറഞ്ഞതുപോലെ തന്നെ, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കാലത്തിൻ്റെ പൂർണ്ണതയിൽ കുഞ്ഞിനെ ലഭിക്കുന്നു. അതിനുശേഷം മൂകനായ സക്കറിയ കാത്തിരിപ്പാണ്, ധ്യാനത്തിലാണ്. മറിയം, യേശുവിൻ്റെ അമ്മ, ആ വീട്ടിലെത്തുന്നതൊക്കെ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. 3 മാസം ആ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം യോഹന്നാൻ എന്ന കുഞ്ഞ് പിറക്കുന്നു. കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ പിതാവായ സക്കറിയയോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് എന്ത് പേരാണ് ഇടേണ്ടത്? പാരമ്പര്യത്തിലെ പേരുകളല്ല അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. എഴുത്താണി കൊണ്ട് എഴുത്തുപലകയിൽ എഴുതി യോഹന്നാൻ എന്ന പേര്. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കരുണ കാണിച്ചിരിക്കുന്നു എന്നർത്ഥമാണ്. ദൈവത്തെ ഞാൻ അവിശ്വസിച്ചിട്ടും, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടും, ദൈവം ഏറ്റവും വലിയ സൗഭാഗ്യം എനിക്ക് തരുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ദൈവത്തെ അവിശ്വസിച്ചു. പക്ഷെ ദൈവം എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേര് സക്കറിയ എഴുതുമ്പം സക്കറിയയുടെ നാവിൻ്റെ കെട്ടുകൾ അഴിയുകയാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ സക്കറിയ എന്ന മഹാപുരോഹിതനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, പ്രവാചകനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു സക്കറിയ ഉണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ട്, ദൈവത്തെ അനുസരിക്കുന്നവരാണ്, കുറ്റമറ്റവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ദൈവവചനം പാലിക്കാൻ നമ്മൾ ബലം പിടിക്കാറുണ്ട്. പക്ഷേ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുമ്പം നമ്മളിലെ ബുദ്ധിയും യുക്തിയും ഉണരും. ഇതെങ്ങനെ സംഭവിക്കും? മാനുഷികമായ ബുദ്ധിയിലാണ് അത് ചോദിക്കുക. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന ആ ഒരു ചിന്ത ഒരു നിമിഷം മാറിപ്പോവും. അവിടെയാണ് നമ്മുടെ ചില പദ്ധതികൾ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ തക്ക സമയത്ത് നടക്കാതെ പോകുന്നത്. ചില കാത്തിരിപ്പ് വേണ്ടി വരുന്നു, നമ്മൾ മൗനിയാകേണ്ടി വരുന്നു, തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഒറ്റ കാര്യമേ ഇനിയും ചെയ്യാനുള്ളൂ, ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു കാര്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ 1 വിശ്വാസം, 2 വിശുദ്ധി, 3 അനുസരണ, 4 എളിമ, 4 കാര്യങ്ങൾ വേണമെന്നാണ് പറയുക. അതിൽ സക്കറിയ എലിസബത്ത് ദമ്പതികളിൽ കുറ്റമറ്റവരായിരുന്നു, ദൈവപ്രമാണങ്ങൾ അനുസരിച്ചവരായിരുന്നു. അപ്പോൾ വിശുദ്ധിയും അനുസരണയും എളിമയും ഒക്കെ അവരിൽ ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരു ഇടർച്ച ഉണ്ടായി. ഈ 4 കാര്യങ്ങളിൽ എവിടെങ്കിലും ഒരു ഇടർച്ച ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം നമ്മളിലൂടെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് നടക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകും. അവിടെ നമുക്ക് പൂർണ്ണമായ സമർപ്പണം മാത്രമാണ് ഈ ദിവസത്തിൽ നാം ധ്യാനിക്കാനുള്ളത്. സക്കറിയയെ പോലെ യുക്തിയുടെയും ബുദ്ധിയുടെയും തലങ്ങൾ വീണ്ടും ആവർത്തിക്കാതെ ദൈവസന്നിധിയിൽ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.